അങ്ങനെ പയ്യന്നൂർ റോഡ് സൈഡിൽ ഇവിടെ നടക്കുകയാണ്. നോക്കാം നമുക്ക് പിന്നെന്തിനാ അങ്കമാടി പോയേ? പ്രിയ ഇന്ന് ഇവിടത്തേക്കാണ്. ഇന്ന് കുറച്ച് ചെറിയ പണികളുണ്ട്. ഫസ്റ്റ് നമുക്ക് വണ്ടീന്റെ AC വർക്ക് ചെയ്യുന്നില്ല അല്ലേ? വണ്ടി പണി തന്നു. വണ്ടി പണി തന്നു. അപ്പൊ അതിനൊന്ന് കാണിക്കാൻ വേണ്ടി പോണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മണിക്കൂട്ടിനെ നമ്മൾ ക്ലാസ്സിനും ഉണ്ടാക്കിയിട്ടുണ്ട്. മണിക്കൂട്ടിനെ കൂട്ടണം. അപ്പൊ ഇന്ന് രാവിലെ അന്നാന്ന് പിന്നെ നമ്മളെ വർക്കൗട്ടും കാര്യങ്ങളിലും ഇല്ലോണ്ട് മേതൂട്ടിക്ക് മണിക്കൂട്ടിന് ഇന്ന് സ്കൂളില്ല. അപ്പൊ അമ്മ പോകുമ്പോ മേതൂട്ടിനെ അങ്കൻവാടിയിലേക്ക് കൂട്ടി. എന്നിട്ടാണ് നമ്മൾ മണിക്കൂട്ടിനെ കൊണ്ടാക്കുന്നത്. അപ്പൊ ഇനിയിപ്പം മണിക്കൂട്ടിനെ കൂട്ടിയിട്ട് വരുന്ന സമയത്ത് മേതൂട്ടിനും കൂട്ടിയിട്ട് വരണം അല്ലേ? അപ്പൊ രാവിലെ നല്ല തണുപ്പ്, ഉച്ചയാകുമ്പം നല്ല ചൂടും. നമ്മുടെ വണ്ടിക്കൂട്ടനയുടെ സൈഡ് കിടക്കുന്നു. AC വർക്ക് ചെയ്യുന്നേ ഇല്ല. AC ഇന്നലെ ഇട്ട് വരുമ്പോഴേക്കും ഒരുമാതിരി ശബ്ദം. അയ്യോ ഭയങ്കര. ഒന്നാമത് പറഞ്ഞാല് നമുക്ക് റോഡ് പണിയാണ്. റോഡ് പണി നടക്കുമെന്ന് ഫുള്ള് പൊടിയാണ്. മഴയല്ലല്ലോ. മഴയുണ്ടാകുമ്പോൾ അങ്ങനെ പൊടി പാറലുണ്ടായിട്ടില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേനൽക്കാലം ആയതുകൊണ്ട് പൊടി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഇനി എത്ര സുന്ദര കുട്ടപ്പനാക്കിയാലും 2 ദിവസത്തേക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ അങ്ങ് അത് ഭയങ്കര പൊടിയാണ്. അപ്പൊ പൊടിയാണ്. അതിപ്പോ ഒന്ന് കഴുകണം എന്നെല്ലാം ഉണ്ട്. സമയം കിട്ടുന്നത് അല്ല. ഇനിയിപ്പോ ഏതായാലും നമുക്കൊന്നത് AC ശരിയാക്കണം. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ പോകാനും പറ്റുന്നില്ല. ഇങ്ങനെ വേർത്ത് പോകുന്നതാണ്. എന്താണെന്ന് അറിയില്ല. അതിന്റെ പ്രശ്നം ഒന്ന് പോയി നോക്കണം. അപ്പൊ അങ്ങനെ പോയി മണിക്കൂട്ടനെ വരുന്ന വഴിക്ക് കൂട്ടണം. പിന്നെ ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇത് രണ്ടും കൂടി ഒന്നിച്ച് നടക്കുമെന്നും അറിയില്ല. നമ്മളെ എല്ലാം കൂടി രീതി ചിലപ്പോൾ പറ്റുകയും ചെയ്യില്ല. നമുക്ക് ഇന്ന് ചൂട്ടിൽ തന്നെ പോകേണ്ടി വരുമല്ലോ. ചൂടിലൊക്കെ അതൊന്നും പ്രശ്നമല്ല. നമ്മുടെ മരത്തിന് കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ കഴിഞ്ഞ ബ്ലോഗ് ഇട്ട് കഴിഞ്ഞു. അതെ അല്ലേ? നമ്മ സ്റ്റാർട്ടിങ്ങിന് മാത്രമേ മരെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇല്ല് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈ മൂളിലെല്ലാം പിന്നെ മരങ്ങളുണ്ടായിരുന്നു. വലിയ വലിയ മരം ഉണ്ടായിരുന്നു. ഇതെല്ലാം പുരക്ക് ചാഞ്ഞാൽ എന്തെങ്കിലും ഒരു കാറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ നമ്മൾ വീട്ടിലേക്ക് വീകല്. അപ്പൊ നമ്മൾ കൊറേ തപ്പിയിട്ട് നമുക്ക് ആളെ കിട്ടുകയും ചെയ്തു. റിസ്ക് ആണെന്ന് ഇത് റിസ്ക് പിടിച്ച പരിപാടിയാന്ന് വെച്ചാൽ ഈടുന്ന് ഇങ്ങോട്ടേക്ക് മരം മുറ വലിയ വലിയ മരങ്ങളാണ്. അപ്പൊ അത് പറഞ്ഞാൽ ചിലപ്പോ ഒന്നെങ്കിൽ വീട് തൊട്ടിപ്പുറത്ത് വന്നു. അപ്പോൾ വീട്ടിലേക്ക് വീഴാനും സാധ്യതയുണ്ട്. അപ്പൊ കുറെ ആൾക്കാർ പറഞ്ഞു നടക്കൂല എന്നല്ലേ പ്രിയേ? അങ്ങനെ നമ്മളെ അടുത്തില്ല തന്നെ ഇടയില്ല. ഒരു മോനായിട്ടും വന്നു. മോനായിട്ടും പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം, ഞാൻ ഫുള്ള് സെറ്റാക്കി തരാന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ തന്നെ അയാൾ എല്ലല്ലേ സിമ്പിൾ ആയിട്ട് അയാൾ മുറിച്ചിട്ടു. കുറച്ചെല്ലാം നമ്മള് വൃത്തിയാക്കി. ഇനിയിപ്പോ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കണം. കുറച്ച് നമ്മള് കുറെ എല്ലാം നമ്മൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഫുള്ള് മരങ്ങളെല്ലാം മുന്നിൽ ഫുള്ള് അതെല്ലാം വൃത്തിയാക്കാനുണ്ട് അത്രേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. നമ്മളൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ കൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കൂല. അപ്പൊ നമുക്ക് പോയിക്കൊണ്ട് സംസാരിക്കാം. എന്താ പറയുന്നത്? സംസാരിച്ചുകൊണ്ട് പോവാ. അങ്ങനെ നമ്മള് യാത്രയിലേക്ക് എത്തി. ക്ലാസ് കഴിഞ്ഞ് മണിക്കൂട്ടം വിളിക്കുകയും ചെയ്തു നമ്മളല്ലേ? ക്ലാസ് കഴിഞ്ഞ് വണ്ടീന്റെ അടുത്ത് ഒരു സ്ഥലത്ത് നമ്മള് പോയി, പക്ഷെ അത് ശരിയായില്ല. കംപ്രസർ വണ്ടി AC-ന്റെ കംപ്രസർ പോയി. അപ്പൊ പിന്നെ ഇനിയിപ്പോ എന്തായാലും സമയം എടുക്കുമല്ലോ അവൻ വേണ്ടിട്ട് ഊരിയെടുത്ത് ശരിയാക്കണം. അപ്പൊ നമ്മള് അത് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് വെച്ചിട്ട് പോയിന്ന്. AC-ന്റെ തന്നെ സ്ഥലമായോണ്ട് പിന്നെ ഇതിന്റെ ബാക്കില് നടക്കാൻ കഴിയില്ല. നേരത്തെ കഴിഞ്ഞോ ക്ലാസ്? നേരത്തെ കഴിഞ്ഞാ ക്ലാസ് ഒന്നുമില്ല. വിശക്കുന്നൊന്നുമില്ലേ? അല്ലെങ്കിൽ എപ്പെങ്കിലും കേറി വന്നു കഴിഞ്ഞ പാട് പറയും വിശക്കുന്നില്ലേ? നമുക്ക് മേതൂട്ടിനെയും കൂട്ടാൻ പോണേ അങ്കൻവാടിയില്. നമുക്ക് വണ്ടീന്റെ ഒന്ന് ശരിയാക്കാൻ നോക്കാം അല്ലേ? കംപ്രസർ പോയല്ലേ? വിശക്കുന്നത് നമുക്കിപ്പം പോയി പോവാം. ഭക്ഷണം കഴിക്കാം. വീടിന്ന് ബസ്സിന് പോവാം. നല്ലൊരു എമൗണ്ട് ആവും എന്ന് പറഞ്ഞല്ലേ? കംപ്രസറും അതിന്റെ കോയിലും മറ്റേ എല്ലാം മാറ്റണം എന്നാ പറഞ്ഞത്. അപ്പം ഏതായാലും
മൊത്തത്തിലൊരു വലിയൊരു പണി കിട്ടി. ഏതായാലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭക്ഷണം തിരക്കില്ലാത്തതുകൊണ്ട് അവർ മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നെല്ലാം കിട്ടുമെങ്കിൽ മേടിക്കാം. പിന്നെ ആദ്യം കൊണ്ടുപോക്കാൻ ആദ്യം വന്ന് പിന്നെ നമ്മൾ അത്രയും നേരം ഇരിക്കണ്ടേ. അതെ എന്നാലും ഭക്ഷണം കഴിക്കാം. ഇവനിപ്പോൾ ബെസ്റ്റ് വരും. അങ്ങനെ പയ്യന്നൂർ റോഡ് സൈഡിൽ കൂടെ നടക്കുകയാണ്. ക്ഷീണം വരുന്ന നമുക്ക് ഭക്ഷണം കഴിക്കാം. ആദ്യം തന്നെ ഭക്ഷണം കഴിക്കാം. ഈ വിശക്ക് നിന്ന് കൊന്ന് എടുത്തു വരാണ്ടോ? അത് എടുത്തോ. അടുത്ത ഹോട്ടലിൽ കയറാം. മണിക്കൂറിന് നല്ല വിശപ്പുണ്ട് പറയും. എനിക്കില്ല, നീ ഇപ്പം കഴിച്ചതല്ലേ ബ്രേക്ക്ഫാസ്റ്റ്. അത് ഞാനും അതെ മണിക്കൂറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മൾ എവിടെ എത്തി? KSRTC ബസ് സ്റ്റാൻഡിൽ. പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയില്ലേ? എന്താ സംഭവിച്ചറിയാം? കാല് പൊള്ളിയല്ലേ എന്റെ? ഇത്ര നടക്കില്ലല്ലോ അല്ലേ? ഷൂവിന്റെ പ്രശ്നം വേണം. നടന്ന് കാല് പൊള്ളി. മണിക്കൂറിന് പ്രശ്നമൊന്നുമില്ലല്ലോ നടക്കുന്നതിന്. ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നടന്നു അല്ലേ? 1 കിലോമീറ്റർ മുകളിൽ എങ്ങനെയും നടന്നു. അതിനിടയ്ക്ക് പോയി നമ്മൾ ഭക്ഷണവും കഴിച്ചു. മണിക്കൂറിന് നല്ല വിശപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പയ്യന്നൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നോക്കാം. നമുക്ക് ഏത് തലപ്പുറം ബസ്സിൽ കയറുന്നുണ്ട്. ഏത് സമയവും ഉണ്ട് കേട്ടാ. എനിക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റില്ല. നീ ഇപ്പം കാണുന്നില്ല. ഇപ്പം അത് ചോദിച്ചോ എവിടെയെങ്കിലും. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇല്ലാന്നാ പറഞ്ഞത്. ഇവിടെ വന്ന് ലേറ്റ് ആവുന്നു. പോയിട്ട് സാധാരണ നമ്മളെ ഹൈവേ പോയി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഏതെങ്കിലും ലൈൻ ബസ് കിട്ടും, ഏതെങ്കിലും ബസ് കിട്ടും അല്ലേ? അത് നടന്നോ ഇനി ഇവിടുന്ന് ഒരു 5 നടക്ക്. എപ്പം ഒരിക്കലും നടക്കുന്നില്ലോ. നടക്കാൻ മടി. കാല് പൊള്ളി ഉണ്ടല്ലേ? അതെ, ഈ ചെയ്യപ്പെട്ടിട്ട് ഇവിടുന്ന് നടത്തിയേക്കല്ലോ. അത് നീ പുതിയത് വാങ്ങിയത് അതുകൊണ്ടാ? അതെയാ? നടന്നു വന്ന വേഗം നടക്ക്. എത്തുമ്പോഴേക്ക് ഒരു വണ്ടി കിട്ടും. മണിക്കൂറിനെ സൈഡിലാക്കിയിട്ടുണ്ടേ. മണിക്കൂറിന് സൈഡ് സീറ്റ് കാറ്റ് കൊള്ളാൻ വേണ്ടിട്ട്. ഇത്രയും കൊണ്ട് കാറ്റ് പോരെ. ഇനിയിപ്പോ സ്പെഷ്യലായിട്ട് കാറ്റ് കൊള്ളണം. ഈ വണ്ടി കുലുങ്ങി പോകുന്നുണ്ട്. പക്ഷെ നല്ല രസമാണ്. നമുക്ക് കുറെ നാളുകൾക്ക് ശേഷം ഇപ്പം അല്ലേ? ഇല്ല, ഫുൾ കാലിയടിച്ചിട്ടേ. ഇന്ന് എവിടെയാ പോയത്? ഇന്ന് രാവിലെ എവിടെയാ പോയിട്ടുണ്ടായിരുന്നേ? എന്തേ, നീ അംഗൻവാടിയെല്ലാം കഴിഞ്ഞതല്ലേ? ആ, പിന്നെന്തിനാ അംഗൻവാടി പോയേ? ഏറ്റവും സുഖം അംഗൻവാടിയിലായിരുന്നു. ഇവിടെ ഇല്ലാത്തോണ്ട് ഭയങ്കര സുഖം. നമ്മള് ബസ്സിനെല്ലാം പോയിട്ട് വന്നു. ഇന്ന് നമ്മളിന്ന് പയ്യന്നൂര് പെട്ടുപോയില്ലേ? വണ്ടിന്റെ AC പോയി. അതിന്റെ സംഭവം എല്ലാം മാറ്റാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മള് മണിക്കൂട്ടിനെയും കൂട്ടി പയ്യന്നൂര് കയറി. പിന്നെ അവിടെ ബസ്സിന് നടന്നിട്ടാ വന്നത്. നമ്മള് കൊറേ നടന്നിട്ടാ വന്നേ. വണ്ടി അവിടെ ശരിയാക്കാൻ വെച്ചു. പയ്യന്നൂരിന്ന് കൊറേ അല്ല, ആടെ ശരിയാക്കാൻ കൊണ്ടുവച്ചു. അപ്പൊ അവരോട് ഇന്ന് ആടെ വെച്ചു വന്നു. എന്നിട്ട് പയ്യന്നൂരിൽ നമ്മള് നടന്ന് ഭക്ഷണം കഴിച്ച് ബസ് കയറിയിട്ട് വന്നു. ഇനി നടന്നിട്ട് പോവാ. അതന്നെ. അപ്പൊ അമ്മയുടെ റെഡി ആയിട്ട്. അമ്മ എവിടെയാ പോകുന്നമ്മേ? അമ്മ സിനിമക്ക് പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അതിന്റെ റെഡിയായി. അപ്പൊ നമ്മള് സിനിമക്ക് പോകാൻ കൊറേ ആയി വന്നു. നമുക്കൊരു സിനിമക്ക് പൊതുവേ നമ്മൾ അങ്ങനെ സിനിമക്കൊന്നും പോക്കില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സുവർണി ഇവരെല്ലാം പോയിനി പറഞ്ഞു. അപ്പൊ പറഞ്ഞു നമുക്ക് എന്നാ പിന്നെ പോവാ ഒരു സിനിമക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മളിതാ ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്തു പോകാൻ വേണ്ടി. അതിന്റെ ആളുതാ നമ്മള് പോകുന്നല്ലേ. ഇവന്റെ ഒറ്റ വാശി കാരണമാണ് നമ്മ ഇന്ന് ബുക്ക് ചെയ്തത്. വാശി മാത്രമൊന്നല്ല, എന്നിട്ട് ഇവൻ തന്നെ അതില് ബുക്ക് മൈ ഷോയിൽ എടുത്ത്. ശരിക്കും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടാ സിനിമക്ക് പോകാൻ വേണ്ടിട്ട്. ഞാൻ പരമാവധി എങ്ങനെയെങ്കിലും അത് ഒഴിവാക്കാൻ. ഇവള് അതെ 90% പ്രിയ ശ്രമിച്ചു അത് ഒഴിവാക്കാൻ വേണ്ടിട്ട്. അല്ല മണിക്കൂട്ടാ? പക്ഷെ
മണിക്കൂട്ട വിട്ടു കൊടുക്കൂല എന്നിട്ട് മണിക്കൂട്ട ഒന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇവൻ പറഞ്ഞോണ്ട് പിന്നെ ഇവര് എക്സാം എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം ക്രിസ്മസ് കഴിഞ്ഞിട്ടേ ഇവർക്ക് എക്സാം. അപ്പൊ ക്രിസ്മസ് വെക്കേഷൻ ഇപ്പൊ എന്തായാലും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നൊന്നുമില്ല അല്ലെ. അതുകൊണ്ട് ഏതായാലും ഇന്ന് പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. അങ്ങനെ മേതുട്ടിയോട് എനിക്ക് ജലദോഷം ഉണ്ട് അത്ര ചെറിയ അല്ലെ മേതു. അപ്പൊ പോവാ മേതു നമുക്ക്. എന്നാല് നമ്മള് അപ്പൊ 7:30 ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടില്ലേ. ഇപ്പൊ 7 മണിയായി. ഇനി നമ്മൾ അരമണിക്കൂർക്കുള്ളിൽ നമ്മുടെ പടം കാണാൻ നമ്മളെല്ലാരും സിനിമ കണ്ടിട്ട് വരട്ടെ. പുതിയ വിശേഷമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ.